ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1836. ഇന്ന് ജനുവരി മാസം 9-ാം തീയതി. പുതിയ ആണ്ട് പിറന്നിട്ട് ഇന്ന് 9-ാമത്തെ പുലരിയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം, കഴിഞ്ഞ 8 ദിവസം എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും ജീവിച്ചത്? ഓരോ ദിനവും അന്നന്നത്തെ കണക്കുകളൊക്കെ നോക്കിപ്പോകുന്നത് നല്ലതാണ്. അത് നമ്മളെ കുറെ കൂടി ആയാസമില്ലാതെ മുമ്പോട്ട് ജീവിക്കാനായിട്ട് പ്രേരണയാവും, പ്രചോദനമാവും. ബുദ്ധമതക്കാർക്കിടയിൽ ഒരു ധ്യാന ആചാരമുണ്ട്. മരണവിചാരം ഉണർത്തുന്ന പ്രാർത്ഥനാ രീതിയാണ്. ഒരു പക്ഷി നമ്മുടെ തോളിൽ വന്നിരിക്കുന്നതായി അവർ ആദ്യം വിചാരിക്കും. എന്നിട്ട് ആ പക്ഷി 3 ചോദ്യങ്ങൾ ചെവിയിൽ ചോദിക്കും. ഇന്നാണോ ആ ദിവസം? അതാണ് ആദ്യ ചോദ്യം. ഇന്നാണോ ആ ദിവസം? ഏത് ദിവസമാണ്? മരണ ദിവസം. ആ യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങിയോ? രണ്ടാമത്തെ ചോദ്യം. ഏത് യാത്രയാ? മരണവും തുടർന്നുള്ള യാത്ര. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആരോടെങ്കിലുമുള്ള പരിഭവം ഇനിയും പറഞ്ഞു തീർക്കാനുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അന്നന്നത്തെ ജീവിതം. അന്നത്തെ ജീവിതം. ഓരോ ദിനവും ഇങ്ങനെ ഈ 3 ചോദ്യങ്ങൾ സ്വയമൊന്ന് ചോദിക്കാനായിട്ട്, സ്വയമൊന്ന് കേൾക്കാനായിട്ട്, ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ മനസ്സായി തുടങ്ങിയാൽ എന്തുമാത്രം വൃത്തിയുള്ളതാകും, അഴകുള്ളതാകും, ആഴമുള്ളതാകും നമ്മൾ ഓരോരുത്തരുടെയും അനുദിന ജീവിതം. അനുരൂപപ്പെടാനും അതിജീവിക്കുവാനും കഴിയുന്നവർക്ക് മാത്രമാണ് അർഹിക്കുന്ന അംഗീകാരവും കിട്ടുക. അനുദിന കർമ്മങ്ങൾ അനുയോജ്യമാണെങ്കിൽ പിന്നെ വലിയ അലങ്കാര പ്രവൃത്തികൾക്ക് വേണ്ടി പ്രത്യേക സമയമോ ശ്രമമോ ആവശ്യമില്ല കേട്ടോ. അതായത് നല്ല ആരോഗ്യശീലങ്ങൾ തുടർന്നവർക്ക് മഴക്കാലത്തേക്ക് മാത്രമായി ഒന്നും ഒരുങ്ങേണ്ടതില്ല. ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നവർക്ക് വാർഷിക കണക്കെടുപ്പിന്റെ തലേദിവസം ഉറക്കം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരത്തില്ല. ഒരു ദിവസവും വീട് വൃത്തിയാക്കാത്തവർ വിരുന്നുകാരെത്തുന്ന ദിവസം വല്ലാതെ വിയർക്കും, സംശയമൊന്നുമില്ല. നമ്മൾ ഏതു കൂട്ടത്തിൽപ്പെടുന്നയാളാണ്? ഇന്നലെ പരിശുദ്ധ സഭയും നമ്മളുമൊക്കെ സ്തേഫാനോസ് സഹദായെ അനുസ്മരിച്ചിരുന്നു. മരിക്കുമ്പോഴും ദൈവത്തിന്റെ മഹത്വം കണ്ട, അങ്ങനെ സകലരോടും പൊറുക്കാനായിട്ട് ശേഷി പ്രകടിപ്പിച്ച സഹദ. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ എവിടെയോ വലിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. അതും തിരിച്ചറിയണം, തിരുത്തണം, തിരികെ വരണം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.